നമസ്കാരം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാച്ചാർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായി വേണ്ടത് 3 മാങ്ങ, ഏകദേശം 750 ഗ്രാം, കഴുകി തുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉപ്പ് പുരട്ടി 1 മണിക്കൂർ വയ്ക്കണം. ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചെടുത്തു. പച്ചമുളക് 10 എണ്ണം ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി 100 ഗ്രാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, പിരിയൻ മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്ത് പൊടിച്ചു. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഉലുവ പൊടിച്ചത് 1½ ടീസ്പൂൺ, കായപ്പൊടി 3 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വിനെഗർ 100 ml, നല്ലെണ്ണ 100 ml, കറിവേപ്പില 2 തണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിൽ 100 ഗ്രാം നല്ലെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടുക. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് 100 ഗ്രാം വെളുത്തുള്ളി ചേർക്കുക. ഇത് 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി ചേർക്കുക. ഇവ നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കുക. ഇത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കുക. ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കായപ്പൊടി, 1½ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് 100 ml വിനെഗറും അതോടൊപ്പം 150 ml വെള്ളവും ചേർത്ത് ഇളക്കി നന്നായി തിളപ്പിക്കുക. തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പുരട്ടി വെച്ച മാങ്ങ അതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഇവ നന്നായി യോജിപ്പിക്കുക. മാങ്ങ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആവശ്യമെങ്കിൽ ഇതിൽ അല്പം ഉപ്പ് ചേർക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ അച്ചാർ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കും.